സാറേ, പ്ലാച്ചിമട ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം 36.7 ഏക്കർ ഭൂമിയും കെട്ടിടവും സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. സാർ, കേരള നിയമസഭ 13 വർഷം മുമ്പ് പാസാക്കിയ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബില്ല് ഇപ്പോഴും നിയമമായും മാറിയിട്ടില്ല. വാട്ടർ ആക്ടിൻ്റെ 43-47 വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കമ്പനി ഉടമകളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യവും സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സാർ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉന്നതാധികാര സമിതി നിശ്ചയിച്ച 216.26 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഈടാക്കാനാകുമെന്ന് നിയമോപദേശം കിട്ടിയിട്ടും ഇതൊന്നും എടുത്തിട്ടില്ല. സാർ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്ലാച്ചിമട കൊക്കക്കോള കമ്പനിക്കെതിരായി വാട്ടർ ആക്ടിൻ്റെ 43-47 വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധനം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കമ്പനി ഉടമകളെ അറസ്റ്റ് ചെയ്യണമെന്നും ട്രൈബ്യൂണൽ സമ്പൂർണ്ണ നഷ്ടപരിഹാരം നൽകുന്നതുവരെ സർക്കാർ താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്നും സർക്കാർ ഏറ്റെടുത്ത ഭൂമി നഷ്ടപരിഹാര പ്രശ്നം പരിഹരിക്കുന്നതുവരെ മറ്റാർക്കും കൈമാറുകയില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഒരു മിനിറ്റ് എടുത്തില്ല. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. വിശദമായ മറുപടിയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെട്ട ഈ മറുപടി ടേബിൾ ചെയ്യുന്നു.